അഭിഷേക അഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവരാജ്യ ബോധ്യങ്ങൾ ദൈവമക്കൾക്ക് നൽകുന്നത് അവരുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഓരോ കാര്യത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പാതകളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദൈവവചനങ്ങളും ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വേദപുസ്തകത്തിലുള്ള ഓരോ വചനങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണപ്പെടുന്ന സമൃദ്ധിയുടെ അടിത്തറയായി നിലകൊള്ളാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന സമൃദ്ധിയുടെ അടിത്തറകളാണ്. ഇതിനെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തകർച്ചകൾ കടന്നു വരികയാണ്. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. പാലായിലുള്ള പ്രമുഖമായ ഒരു ദേവാലയത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവ പൈതൽ ആ ദേവാലയത്തിലേക്ക് വന്നു. ആ ദൈവ പൈതൽ പറഞ്ഞു, അച്ഛന്റെ ധ്യാനം കൂടിയതിനു ശേഷം എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ പറഞ്ഞു, ധ്യാനവും ദൈവവചനവും എല്ലാം ദൈവമക്കൾക്ക് സമാധാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സഹോദരൻ ഈ ധ്യാനം കൂടിയിട്ട് സമാധാനം ഇല്ല എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ പട്ടണത്തിലുള്ള ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു കച്ചവടക്കാരനാണ്. എന്റെ കച്ചവടം ബീഡി, സിസർ, ഇത് പുകയില ഉൽപ്പന്നങ്ങൾ, ഇതിന്റെ എല്ലാം ഹോൾസെയിൽ ഡീലറാണ് ഞാൻ. ഓരോ ആഴ്ചയിലും 4-5 ലക്ഷം രൂപ ടേൺ ഓവറുള്ള ഒരു വൻ കച്ചവട സ്ഥാപനമാണ് എനിക്കുള്ളത്. എന്നാൽ അച്ഛൻ ദൈവവചന പ്രഘോഷണം നടത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ നിമിത്തം മറ്റൊരാൾ പാപം ചെയ്യാൻ ഇടവന്നാൽ നിങ്ങൾക്ക് നിത്യരക്ഷ ലഭിക്കുകയില്ല എന്ന്. അതുകൊണ്ട് അന്നു തൊട്ട് എന്റെ മനസ്സിൽ വലിയ ശങ്കയാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് നിത്യരക്ഷ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ ഉപജീവന മാർഗമായിട്ടുള്ളത് ഈ കച്ചവടം മാത്രമാണ്. ഞാൻ എന്താണ് ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവ പൈതൽ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല. അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ദേവാലയവും ദൈവിക കാര്യങ്ങളും ബന്ധപ്പെട്ട് വളർന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ പുകവലിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവർക്ക് സാധുക്കൾക്കും ധാരാളം സംഭാവനകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറവിന്റെ ആനന്ദത്തിന്റെ പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് പാപമാണോ? അദ്ദേഹത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങ് ഈ ദൈവ പൈതലിനെ കുറിച്ചുള്ള ഹിതം വെളിപ്പെടുത്തി തരണമേ. ആ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 41-42 വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ ആനയിച്ചു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41-42 വാക്യങ്ങൾ ദൈവത്തിന്റെ വചന പ്രകാരമാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. വെളിപാടിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ഇതാണ് 2ാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പേര് മായ്ക്കാൻ തക്കവിധം കഴിവുള്ള 2 കാര്യങ്ങളാണ് തിന്മ പ്രവർത്തിക്കുക, പാപഹേതു ആയിരിക്കുക.
പാപം ചെയ്യുന്നവൻ, തിന്മ പ്രവർത്തിക്കുന്നവൻ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും എന്നതിന് ഒട്ടും സംശയമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, പാപഹേതുക്കളെയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. പാപഹേതുക്കളും നിത്യശിക്ഷയ്ക്ക് ഇരയായിത്തീരും. ഞാൻ പാപം ചെയ്യുന്നില്ലെങ്കിലും ഞാൻ നിമിത്തം മറ്റൊരാൾ പാപം ചെയ്യാൻ ഇടവന്നാൽ ആ വ്യക്തിയുടെ പേരാണ് പാപഹേതു. പാപഹേതു, പാപത്തിന് കാരണമാകുന്ന വ്യക്തിയെയാണ് പാപഹേതു എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ തിന്മ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്, ഞാൻ ദൈവവചനം വായിക്കുന്നുണ്ട്, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്, എല്ലാം ശരിയാണെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആത്മാവിന്റെ നാശത്തിന് കാരണമാകാൻ, വേറെ ഏതെങ്കിലും ഒരു ആത്മാവിന് പാപത്തിന് കാരണമാകുന്ന പാപഹേതു ആണോ എന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ജീവിതത്തെ വെച്ച് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും പാപഹേതുവായി ഈ ഭൂമിയിൽ മാറുന്നെങ്കിൽ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവന് ദുരിതം, അവന് കൂടുതൽ നല്ലത് ഒരു കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും. അത്രയ്ക്കും ഗൗരവത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ പാപത്തെ കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. അവൻ ഈ ഭൂമുഖത്ത്, ഈ ഭൂമിക്ക് പുറത്ത് ഉണ്ടാകാൻ പറ്റാത്ത വിധം അവൻ കടലിന്റെ ആഴത്തിൽ ചെന്ന് ഇനി ഒരിക്കലും പൊങ്ങി വരാത്ത വിധം വലിയൊരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും അവന് നല്ലത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പാപഹേതു എന്ന് പറഞ്ഞാൽ? ഇന്ന് ഞാനും നിങ്ങളും, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റൊരാത്മാവിന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? നിങ്ങൾ പുകവലിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുകവലിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. നിങ്ങൾ മദ്യപിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന്, നിങ്ങളുടെ കടയിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് മദ്യപിക്കുന്ന ചാരായം അല്ലെങ്കിൽ മദ്യപാന വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുന്നുണ്ടെങ്കിൽ, വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. നിങ്ങൾ ബ്ലൂ ഫിലിം കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കടയിൽ നിന്നോ നിങ്ങളുടെ കയ്യിൽ നിന്നോ മറ്റുള്ളവരിലേക്ക് ബ്ലൂ ഫിലിമിന്റെ കാസറ്റുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. നിങ്ങളൊരു പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങൾ പണം കൊടുത്ത വ്യക്തികൾ പോയി കഞ്ചാവ് കൃഷി ചെയ്യുകയും കഞ്ചാവ് വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ പാപകരമായ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ പണം കൊടുക്കുന്നത് വഴി, നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നത് വഴി, നിങ്ങൾ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നത് വഴി, നിങ്ങൾ സാമൂഹിക സംരക്ഷണം കൊടുക്കുന്നത് വഴി ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ആത്മാവ് പാപകരമായ വഴികളിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ മകനെ, മകളെ, നീ ഈ ഭൂമിയിൽ ഒരു പാപഹേതുവാണ്. കാരണം നീ നിമിത്തം, നീ സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട്, നീ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ട്, നീ ന്യായീകരിക്കുന്നത് കൊണ്ട്, നീ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഒരാത്മാവ് ഈ ഭൂമിയിൽ ഇപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പൈതലേ, നീ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുകയില്ല. പ്രഭാഷകൻ 13:13 പഠിപ്പിക്കുന്നു, നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും നിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു. ഈ തിന്മകളെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ തിന്മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവവേദനെ, ജീവിതത്തിൽ പാപഹേതു ആകാതിരിക്കാൻ വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ചിലർ പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് വിൽക്കും, ഞാൻ ഈ മദ്യപാനത്തിന്റെ ഈ ചാരായം ഇവിടെ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ ചാരായം കൊടുക്കും, അപ്പൊ അതിനേക്കാൾ ഭേദം ഞാൻ കൊടുക്കുകയല്ല നല്ലത്. ഞാൻ ഇവിടെ ബാർ നടത്തിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ ബാർ നടത്തും, ഞാനിവിടെ ഈ ബ്ലൂ ഫിലിമിന്റെ കാസറ്റ് കട നടത്തിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കാസറ്റ് കൊടുക്കും, അതുകൊണ്ട് ഞാൻ മാത്രം കൊടുക്കാതിരുന്നുകൊണ്ട് എന്താണ് പ്രയോജനം? ദൈവത്തിന്റെ വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. ലോകത്തിൽ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആറ് മൂലം അതുണ്ടാകുന്നുവോ അവന് ദുരിതം. പ്രിയപ്പെട്ട ദൈവവേദനയിലെ, നീ നിമിത്തം ആ ദുഷ്പ്രേരണ ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ ദുഷ്പ്രേരണ ഉണ്ടാകും, ഈ ഭൂമിയിൽ ഇടർച്ച ഉണ്ടാകും,
ഈ ഭൂമിയിൽ പലതരത്തിലുള്ള പാപകരമായ സാഹചര്യങ്ങൾ, പാപഹേതുക്കൾ പലരിലൂടെയും, പാപകരമായ സാഹചര്യങ്ങൾ പലരിലൂടെയും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കാൻ സാധ്യം. എന്നാൽ ആർ മൂലം ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവോ അവന് ദുരിതം, അവന് ദുരിതം, വലിയ ദുരിതമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിക്കുന്നില്ല. ഇന്ന് അനേകം ദൈവമക്കൾ കഷ്ടപ്പെട്ടിട്ടും ആത്മീയമായും ഭൗതികമായും ഉയരുന്നില്ല. ഇന്ന് അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ മേൽപോട്ട് എറിയുന്ന വടി കീഴ്പോട്ട് വരുന്നത് പോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഒരു ഗുണവും കിട്ടാതെ, ഒരു ഗതിയും കിട്ടാതെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളുടെ പ്രബോധനം വഴി, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, നിങ്ങളുടെ ഓരോ വാക്കുകൾ വഴി, നിങ്ങളുടെ കൂട്ടുകെട്ട് വഴി ഈ ഭൂമിയിൽ ഏതെങ്കിലും ആത്മാവ് പാപം ചെയ്യാൻ ഇട വന്നിട്ടുണ്ടോ? നിങ്ങൾ ദുരുപയോഗിച്ചതിന് ഫലമായിട്ട് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ആത്മാവ് വിശുദ്ധി വിട്ട് പാപത്തിലേക്ക് പോയിട്ടുണ്ടോ? പ്രാർത്ഥനയിലും ദൈവാരാധനയിലും മുഴുകിയിരുന്ന, പ്രാർത്ഥനയിലും ദൈവാരാധന സന്തോഷം കണ്ടിരുന്ന ഏതെങ്കിലും ആത്മാക്കൾ നീ സംസാരിച്ചപ്പോൾ, നീ ദുരുപദേശം കൊടുത്തപ്പോൾ പ്രാർത്ഥന നിർത്തുകയോ ദൈവാരാധന നിർത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഏതെങ്കിലും ദൈവവേദൽ നിന്റെ പ്രഭാഷണം കേട്ടിട്ട്, നീ കൊടുത്ത ലീഫ്ലെറ്റ് വായിച്ചിട്ട്, നീ എഴുതിയ പുസ്തകം വായിച്ചിട്ട്, നീ നടത്തിയ പ്രസംഗങ്ങൾ കേട്ടിട്ട് ദൈവമായ കർത്താവിനെ വിട്ടിട്ട്, ആത്മീയ മാർഗങ്ങൾ വിട്ടിട്ട് പാപത്തിന്റെ മാർഗങ്ങളിലേക്ക് പിന്തിരിഞ്ഞിട്ടുണ്ടോ? നീ നടത്തിയ വമ്പൻ സ്ഥാപനങ്ങൾ വഴി, പ്രത്യേകിച്ച് പലതരത്തിലുള്ള തിയേറ്ററുകൾ, പലതരത്തിലുള്ള മറ്റ് വിനോദങ്ങൾ, ബാറ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ വഴി ഈ ഭൂമിയിൽ ഏതെങ്കിലും ആത്മാവ് ദൈവത്തോടുള്ള ഐക്യം വിട്ട്, വിശുദ്ധ ജീവിതം വിട്ട് പാപത്തിലും തിന്മയിലും അടിമപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്കിൽ പ്രിയ ദൈവവേദലേ, നീ ശാപകരമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നീ വെറും ഒരു പാപം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നീ ശാപകരമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ ലോകത്തിലും പരലോകത്തിലും ഈ പാപത്തിന് മോചനം കിട്ടണമെങ്കിൽ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ മുട്ടുമടക്കി നീ പ്രാർത്ഥിക്കണം. കാരണം വളരെ ഗൗരവമേറിയ ഒരു തിന്മയാണ് നീ വഴി ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു തിന്മ നീ വഴി പൊട്ടിപ്പുറപ്പെട്ട് അത് അനേകരിലേക്ക് പടർന്നു കഴിഞ്ഞു. ഒരു തിന്മയുടെ ലോകം തന്നെ, ഒരു തിന്മയുടെ സാമ്രാജ്യം തന്നെ ഒരുപക്ഷെ ഈ കാലയളവിൽ നീ നിമിത്തം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാകാം. മകനെ, മകളെ, ഹൃദയം നുറുങ്ങി കർത്താവിന്റെ സന്നിധിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒട്ടും ദാക്ഷിണ്യം കൂടാതെ പ്രാർത്ഥിക്കുകയും എളിമപ്പെടുകയും അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും പരിഹാര അരൂപിയിലേക്ക് മടങ്ങി വരികയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ